ഹായ്. അപ്പോൾ ഗായ്സ്, ഇന്ന് രാവിലെ തന്നെ ഞാൻ വാർപ്പിൻ്റെ മേലെ ചൂലൊക്കെ കൊണ്ട് നിൽക്കുകയാണ്. വേറൊന്നുമല്ല, ഇതിൻ്റെ മേലെ കടിച്ചേരിട്ട് കുറച്ച് ദിവസമായിട്ട് ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, വാർപ്പിൻ്റെ മേലേക്കൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളെ പിങ്കൂസിന് ഒരുപാട് ദിവസങ്ങളായിട്ട് ഗായ്സ് കുളിപ്പിച്ചിട്ട്, ഒന്നാമത് ഈ പെരുംചൂടല്ലേ, അപ്പോൾ അതിനൊന്ന് കുളിപ്പിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനെ കുളിപ്പിക്കുന്ന വീഡിയോ, പിന്നെ പിങ്കുവിൻ്റെ കൂടെ വൃത്തിയാക്കുന്ന വീഡിയോ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. കണ്ടൻറ്റ് ബേസ് വീഡിയോ വേണമെന്നൊക്കെ നിങ്ങളെല്ലാവരും പറയും. എനിക്കത് ആഗ്രഹമുണ്ട്, പക്ഷേ സിറ്റുവേഷൻ വളരെ മോശമാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെന്താ പറയുക, കണ്ടൻറ്റ് വീഡിയോ എന്താണെന്നുള്ള സത്യം പറഞ്ഞാൽ മനസ്സിലാവണില്ല. അപ്പോൾ കാരണം ലെക്കാണ് യൂട്യൂബിൽ വേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. വേറെ ഒന്നുമല്ല, പ്രത്യേകിച്ച് ഒന്നും കാണാത്ത വീഡിയോസൊക്കെ അടിച്ച് പിന്നി കയറിപ്പോകണം ഞാൻ കാണലുണ്ട്. പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇട്ടാലും അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊരു കണ്ടൻറ്റ് നല്ല വേണ്ടത്. എന്താണ് ഇതിൻ്റെ ഗുട്ടൻസ് എന്നുള്ള ഇപ്പോഴും സത്യം പറഞ്ഞാൽ പിടിയിട്ടിട്ടില്ല 2 വർഷമായിട്ടും. അപ്പോൾ എന്തായാലും വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യട്ടെ കേട്ടോ. പിങ്കു ആണെങ്കിൽ നല്ല അനുസരണമുള്ള കുട്ടിയായിട്ട് നിന്ന് തരുന്നു കേട്ടോ ഗൈസ്. അതിന് പറഞ്ഞിട്ടും കാര്യമില്ല, ഈ ചൂടല്ലേ, അപ്പോൾ നല്ല സുഖമുണ്ട് തോന്നുന്നുണ്ടേ. പിന്നെ എങ്ങനെ കുളിപ്പിക്കുക എന്നുള്ള രീതിയൊന്നും എനിക്കറിയില്ല കേട്ടോ ഗൈസ്. ഇവരെ കുളിപ്പിക്കാൻ പ്രത്യേക ഒരു രീതിയൊക്കെ ഉണ്ട് തോന്നുന്നു. പക്ഷേ ഞാൻ എന്തായാലും ഇന്നാൽ കഴിയുമ്പോഴേക്കാണ് കുളിപ്പിക്കൽ. മുഖത്ത് ഞാൻ നനയ്ക്കലില്ല കേട്ടോ. ഇവിടെ മുഖമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി കുളിപ്പിക്കണമെങ്കിൽ ഞങ്ങളെ തങ്കച്ചേച്ചി തന്നെ വരണം. ചേച്ചി കാണാം മുഖവും കണ്ണും മൂക്കൊക്കെ കഴുകണം. പക്ഷേ എനിക്കൊരു പേടിയാണ്, തലയിൽ ഇങ്ങനെ വെള്ളമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടൊക്കെ ചെയ്ത് വഴുക്കുന്നൊക്കെ പറയണേക്കാലം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നേക്കിലൊക്കെയാണ് കുളിപ്പിച്ചിരിക്കണത്. ഇങ്ങോട്ട് പോകണം അടിയിലൂടെ സിംഗു. സുഖം അടി അടി. ഓളാണ് ചൂടത്തെ മതിയോ? ഞാൻ പറയട്ടോ. അപ്പോൾ പെങ്കൂസിനെ കുളിപ്പിക്കുന്നതിന് മുന്നേ ഉണ്ട് ഗൈസ് ഞാൻ കൂടൊക്കെ കഴുകി എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ നമ്മൾ വാർപ്പിൻ്റെ മേലേക്ക് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. പക്ഷേ അത് എഡിറ്റിങ്ങിൽ ചെറുതായിട്ടൊരു പ്രശ്നം വന്നേ. അപ്പോൾ അതെല്ലാ കൂട്ടുകാരും എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ കൂടൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിങ്കൂനും തന്നെ ഈ റോഡിൻ്റെ ചൂടും പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ചൂടും എല്ലാം കൂടെ അതും അത്യാവശ്യം നന്നായിട്ട് സഹിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അതാ അവിടെ ഒരു അച്ചച്ച മരിച്ചു. അപ്പോൾ ഗൈസ് വാർപ്പിൻ്റെ മേലെ
ഇഷ്ടം പോലെ അടിച്ചു തരാനുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, റബ്ബറിൻ്റെ ഇല, മാങ്ങേൻ്റെ ഇല, പിന്നെ മാങ്ങേൻ്റെ പൂവ്, റബ്ബറിൻ്റെ പൂവ്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഒപ്പം തന്നെ നമ്മൾ പീക്കിരി കുട്ടികളുടെ സൗണ്ട് നന്നായിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കേൾക്കുന്നുണ്ടാവില്ലേ. ഓർക്കിപ്പോൾ എന്താ പറയുക, ലോട്ടറി അടിച്ച സന്തോഷമാണ് ഗൈസ്. ഈ ചൂടും വെയിലൊന്നും ഓലെ ബാധിക്കണേ ഇല്ല. ഓല ഒരു 5-6 കുട്ടികൾ, ദിലു, പാച്ചി, ആദു, പിന്നെ ലച്ചുറ്റി, അപ്പൂസ്, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് തകർക്കാനായിട്ട് അവിടെ. ഒരിക്കൽ വെയിലോ ചൂടൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ഇവിടെ പെരേൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് കയറിയ ലച്ചുറ്റിക്ക് ചൂട് തണുപ്പ് ഇല്ലാത്തതൊന്നുമില്ല. പക്ഷേ കളിക്കുമ്പോൾ യാതൊരു പ്രശ്നമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഓരോ സൗണ്ടൊക്കെ നന്നായിട്ട് കേൾക്കും. ഞാൻ കുറേ ഇവിടുന്ന് ഓടിച്ചു വിടും. പിന്നെ അമ്മ വോയിസ് ഓവർ കൊടുക്കുകയാണ്, മക്കളെ നിങ്ങൾ അങ്ങോട്ട് പോയി കളിക്കുന്നൊക്കെ പറയാം. ഇവിടെ ഇപ്പോൾ എന്നിട്ട് റോട്ടിലാണ്, നമ്മളെ പീടിയ വീട്ടിലേക്ക് ഇറങ്ങുന്ന റോട്ടിലാണ്. പക്ഷെ ഓരോ വോയിസ് ഒരു തകർത്ത് പറയുന്നുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇപ്പം എന്താ പറയുക, ഇഷ്ടംപോലെ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചില്ല നിങ്ങളെ, ഭയങ്കര പൊളിയാണ്. അത് അച്ചാറിടാനൊന്നും പറ്റില്ല, ജ്യൂസൊക്കെ അടിച്ച് അടിപൊളിയാണ് ഗൈസ്. ഞാൻ നമ്മളെ വിറക് കയറ്റാൻ പോയ വീഡിയോയിലേ ഞാൻ ഒരിക്കൽ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തത്. ഞാൻ പണ്ടെന്നോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ അതെന്നെ കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. പറയാത്തവരാരെങ്കിലുമൊക്കെ മാങ്ങ ജ്യൂസ് ഉണ്ടായിക്കൊണ്ട് കേട്ടോ. എളുപ്പമാണ്. മാങ്ങ തോലൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം പച്ചമാങ്ങ കേട്ടോ അരിയ, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇടുക, ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക. കറക്കല്ല, അരയ്ക്കാനും വേണ്ട ഗൈസ്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല മാങ്ങയാണ് എന്നുള്ളത്. പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതേപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൊണ്ടു. മുന്നൊരു വീഡിയോ ചെയ്തതായിട്ടുണ്ട്, ഓർമ്മയിലുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ വെയിലൊന്നും ഇല്ല ഗൈസ്. അടിച്ചു വരുന്ന ടൈമിൽ ഒരു 8:30 ആയപ്പോഴാണ് ഞാൻ അടിച്ചു വരുന്നത്. വെയിൽ അരച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു രക്ഷയില്ല മക്കളെ. ഇങ്ങനെ പോയാൽ എന്താവുന്നു ദൈവത്തിന് ഒരാൾക്ക് മാത്രം അറിയാം. എന്തായാലും ഭാഗ്യത്തിന് വെള്ളം ഉണ്ട് കേട്ടോ. കിണറ്റിലങ്ങനെ വെള്ളം വറ്റുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടിയിട്ട് നമുക്ക് വേറൊരു വീട്ടിൽ നിന്ന് ഏറ്റിക്കൊണ്ടിരുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും ഇപ്പം അല്ല. ഇനിയിപ്പോൾ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെയൊന്നും വലിയ പേടിയില്ല, നമ്മുടെ മിനിമേൻ്റെ അവിടെ കുഴൽക്കിണറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചുറ്റുവട്ടത്തുള്ളവർക്കൊന്നും വെള്ളത്തിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ. അങ്ങനെ ആർക്കെങ്കിലും വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എഴുതുകൊണ്ടേ. പിന്നെ ഇന്ന് സൺഡേ ആണല്ലോ അല്ലേ, എല്ലാവർക്കും സ്പെഷ്യലൊക്കെ ഉണ്ടോ വീട്ടിൽ? ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. ഇന്നലെ നമ്മൾ ചിക്കൻ വാങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത്തിരി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കറിയാക്കി വെക്കണം. പിന്നെ എന്താ പച്ച ചീരല്ലേ, പച്ചയില, ആ ചീരയും കൊണ്ട് തോരനും വെക്കണം. പിന്നെ അച്ഛന് ചിക്കൻ പറ്റാത്തതുകൊണ്ട് അമ്മ ചെറിയ ചേമ്പും അതിൻ്റെ ചെറിയ ചേമ്പല്ല ഗൈസ്, പാൽച്ചേമ്പില്ലേ, പാൽച്ചേമ്പും അതിൻ്റെ തണ്ടൊക്കെ ഇട്ടിട്ട് കറി വെക്കുന്നുണ്ട്. പിന്നെ ഉണക്കത്തള മീനുണ്ട്, അത് വറക്കണമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ വീട്ടിൽ എന്താ സ്പെഷ്യൽ ഒന്ന് കമൻറ്റ് എഴുതണം കേട്ടോ. പിന്നെ എന്താ ഈ ചൂടായത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ചോറും കഞ്ഞിയൊന്നും ആർക്കും വേണ്ട, ഫുൾ വെള്ളം മാത്രം മതിയില്ലേ. അതും ഫ്രിഡ്ജിൽ വെച്ച് ഐസാക്കിയിട്ട് അങ്ങോട്ട് കുടിക്കണം, അല്ലാതെ ഒരു രക്ഷയില്ല. വെള്ളം എത്ര കുടിച്ചാലും മതിയാവണില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഗൈസ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒരുപാട് വോയിസ് ഓവറൊന്നും കൊടുത്തിട്ട് ഞാൻ ചടപ്പിക്കുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് എഴുതിയറിയിക്കാൻ തന്നെ നിങ്ങൾ ആരും മറക്കരുത്. കാരണം ഓരോ കമൻറ്റ് അത്രയും വിലപ്പെട്ടതായിട്ട് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു വിശേഷങ്ങൾ കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് വോയിസ് ഓവറൊന്നും കൊടുക്കില്ല, അടിച്ചു വരുന്ന സൗണ്ടൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് കാണണേ. ശരിക്കും ഇപ്പം ഞാൻ എടുക്കണ പണി ഒരു പൊട്ടത്തരണ്ട് ഗൈസ്. ഈ ഒരു അഴീൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നമ്മൾ അടിക്കായിട്ട് താഴേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ മൊത്തം ഞാൻ പിന്നെ ഒരു പണി എടുക്കണം. പക്ഷേ ഇത് വാരിയിട്ട് താഴേക്ക് ഇടുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ഈ ഒരു അഴീൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് ഇടുമ്പോൾ പുറവശം കൂടെ ഒന്ന് വൃത്തിയായിക്കോളല്ലോ. അപ്പോൾ അതും കൂടെ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. അടിപൊളിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.